2009 നവംബർ 9 ചെങ്ങന്നൂരിനടുത്തുള്ള ചെറിയനാട് എന്ന ഗ്രാമം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടാണ് ഉണർന്നത്. അവിടുത്തെ വലിയ ആഡംബര ബംഗ്ലാവായ ആഡംബര ഭവനമായ കാർണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ടു. ഗ്രാമം മുഴുവൻ അങ്ങോട്ടേക്ക് ഒഴുകി. പോലീസ് സംവിധാനങ്ങൾ അവിടെ എത്തി. പോലീസ് നായയും മറ്റിയെത്തി. അന്വേഷണം ദ്രുതഗതിയിൽ ആരംഭിച്ചു. ആ നാട്ടിലെ ഏറ്റവും ധനാഢ്യനായ മുതിർന്ന പൗരൻ കൂടിയായിരുന്നു ഭാസ്കര കാർണവർ. ദീർഘനാൾ അദ്ദേഹം അമേരിക്കയിലായിരുന്നു. അദ്ദേഹത്തിനൊരു മകനുണ്ട്. മകന് ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു മകനാണ്. വീട്ടിലുള്ളത് മകനൊപ്പം ആ ഭാര്യ ഷെറിൻ എന്ന യുവതിയാണ്. ഷെറിൻ ഒരു നിർധന കുടുംബത്തിൽ നിന്നുള്ള ആളായിരുന്നു. ഈ ഷെറിന് ഈ മകനെ കാര്യമായി നോക്കും എന്ന പ്രതീക്ഷയിലൊക്കെയാണ് നിർധന കുടുംബത്തിൽ നിന്ന് അവർക്കുണ്ടായിരുന്ന കടങ്ങളൊക്കെ തീർത്ത് ഈ മകന് വിവാഹം ചെയ്തു കൊടുത്തത്. അത് കാർണവർ തന്നെ, ഭാസ്കര കാർണവർ തന്നെ മുൻകൈ എടുത്താണ് ഷെറിനെ മകന് വിവാഹം ചെയ്തു കൊടുത്തത്. പിന്നീട് ഷെറിനെ ഇദ്ദേഹം അമേരിക്കയ്ക്ക് കൊണ്ടുപോയി അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷേ അവിടെ ഒരു മോഷണ കേസിൽ, ഈ ഭാസ്കര കാർണവറെ മായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു മോഷണ കേസിൽ ഷെറിൻ പിടിക്കപ്പെടുകയും തുടർന്ന് ഭാസ്കര കാർണവർ ഇവരെ നാട്ടിലേക്ക് മടക്കി അയക്കുകയുമായിരുന്നു. അവിടെ വെച്ച് തന്നെ ഷെറിൻ്റെ സ്വഭാവത്തിലും മറ്റും ഭാസ്കര കാർണവർക്ക് വലിയ സംശയമുണ്ടായിരുന്നു. കാരണം ദുർനടപ്പുകാരിയാണ് ഷെറിൻ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യക്ഷമായ പല തെളിവുകളും ലഭിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഷെറിനുള്ള വിശ്വാസം ആദ്യഘട്ടത്തിലൊക്കെ ആദ്യ 2-3 വർഷം, 2002 വിവാഹം, ആദ്യ 2-3 വർഷമൊക്കെ ഷെറിനെ വിശ്വസിച്ചിരുന്നു. മകനെ നോക്കുമെന്നൊക്കെ ഭാസ്കര കാർണവർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിന് വിരുദ്ധമായ നിലപാടുകൾ, പെരുമാറ്റങ്ങൾ ഷെറിൻ്റെ ഭാഗത്ത് ഉണ്ടായതോടെ ഷെറിനും മകനുമായി എഴുതി വച്ചിരുന്ന സ്വത്തുക്കളിൽ പലതും ഭാസ്കര കാർണവർ തിരിച്ചെഴുതുകയും പുതിയ വിൽപ്പത്രം തയ്യാറാക്കുന്ന സാഹചര്യം ഒരുങ്ങുകയൊക്കെ ചെയ്തു. ഇത് ഷെറിനിൽ വലിയ മാനസിക സംഘർഷമുണ്ടാക്കിയിരുന്നു. ഭാസ്കര കാർണവരോടുള്ള വൈരാഗ്യവും മറ്റും ഷെറിന് ഉണ്ടായ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊന്നാണ് ഷെറിൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ. അത് ഒരേ സമയം നിരവധി കാമുകന്മാർ ഷെറിനുണ്ടായിരുന്നു എന്നാണ് കേസ് അന്വേഷിച്ച പോലീസ് വൃത്തങ്ങൾ പറഞ്ഞത്. അങ്ങനെ സെക്സും ക്രൈമും ഒക്കെ നിറഞ്ഞ ഒരു വലിയ കഥയാണ് ഷെറിൻ്റെ ഈ പറഞ്ഞ ഭാസ്കര കാർണവരുടെ കൊലപാതകം, തുടർന്ന് അതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമൊക്കെ. അന്വേഷിച്ച പോലീസിന് പിന്നീട് ലഭിച്ചതൊക്കെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയായിരുന്നു. യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഷെറിന് എന്ന ആൾക്ക് നിരവധി കാമുകന്മാരുണ്ടായിരുന്നു എന്നുള്ളതും ഈ കാമുകന്മാരുടെ സഹായത്തോടു കൂടിയാണ് ഭാസ്കര കാർണവരെ കൊലപ്പെടുത്തിയത് എന്നുള്ളതുമാണ്. ആദ്യഘട്ടത്തിലൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തോട് സഹകരിക്കാൻ ഷെറിൻ തയ്യാറായിരുന്നില്ല. ഒരു മോഷണ ശ്രമത്തിനിടയിലുള്ള കൊലപാതകമാണ് ഇതെന്ന തരത്തിലൊക്കെ ഈ കൊലപാതകത്തെ മാറ്റാനുള്ള എല്ലാ വഴികളും ഷെറിൻ നോക്കിയിരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഈ കൊല നടക്കുമ്പോൾ വീട്ടിൽ ഷെറിൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം വീടിന് മുകൾ നിലയിലെ ജനാല വഴി മോഷ്ടാവ് അകത്തെത്താനാണ് സാധ്യത എന്നൊക്കെ ഷെറിൻ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഭാസ്കര കാർണവരുടെ വില്ല, കാർണവേഴ്സ് വില്ല എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ബന്ദോബസ്തുള്ള സംവിധാനങ്ങളൊക്കെയുള്ള ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ അകത്തുള്ള ഒരാളുടെ സഹായമില്ലാതെ അകത്ത് അക്രമിക്ക് കയറി കാർണവരെ കൊല്ലുക എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു. ഇത്തരം സംശയങ്ങളൊക്കെയാണ് പോലീസിന് ഈ ഷെറിനിലേക്ക് അന്വേഷണം എത്തിക്കാനുള്ള വഴികൾ തെളിച്ചത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്. അന്ന് നമുക്കറിയാം, ഈ 2009 കാലഘട്ടത്തിലൊക്കെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒട്ടും ജനത്തിന് പരിചയമില്ലാത്ത ഒരു കാലഘട്ടം കൂടിയാണ്. അന്ന് ഓർക്കുട്ടായിരുന്നു ഈ സോഷ്യൽ മീഡിയയിലെ തരംഗം. സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഉപാധി ഓർക്കുട്ട് മാത്രമായിരുന്നു. ഈ ഓർക്കുട്ടിൽ കൂടിയാണ് ഷെറിൻ തൻ്റെ ആൺ സുഹൃത്തുക്കളെ കണ്ടെത്തിയിരുന്നത് എന്നും പോലീസ് പിന്നീട് അന്വേഷണത്തിലും മറ്റും വ്യക്തമായിരുന്നു. ഈ പലതവണ നമുക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ചപ്പോൾ അന്ന് 2009 ഇത് നമുക്കറിയാം, ദിവസങ്ങളോളം മാധ്യമങ്ങളിൽ വലിയ വാർത്തയായ ഒരു സംഭവം കൂടിയാണ്. ഈ പല ആൺ സുഹൃത്തുക്കളും ഈ ഷെറിൻ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നുള്ള വിവരമൊക്കെ ഭാസ്കര കാർണവർക്ക് ലഭിച്ചിരുന്നു. അത് ഷെറിനും ഭാസ്കര കാർണവരുമായുള്ള നിരന്തരമായ വഴക്കിനും മറ്റും കാരണമാകുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു പരിധിവരെ നാട്ടുകാരിൽ പലർക്കും അറിയാമായിരുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ അമേരിക്കയിലേക്ക് കൊണ്ടുപോയ ഷെറിനെ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷമാണ്, മോഷണമടക്കമുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ഭാസ്കര കാർണവർ തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഭാസ്കര കാർണവരുടെ ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹവും നാട്ടിലേക്ക് വരികയും ഒരു സ്വസ്ഥമായ സ്വൈര്യമായ ജീവിതം ആഗ്രഹിച്ച് വരികയും മറ്റും ചെയ്തു. പക്ഷേ അവിടെയാണ് ഷെറിൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വെള്ളത്തിയാവുകയും മറ്റും ചെയ്തത്. ഷെറിനുമായി ബന്ധപ്പെട്ട നിരവധി ആണുങ്ങൾ അവിടെ കയറി ഇറങ്ങുന്ന കാര്യമൊക്കെ നാട്ടിൽ പരസ്യമായ രഹസ്യമായിരുന്നു. ഇത്തരത്തിലൊരാളാണ് ബാസിദ് അലി എന്ന കാമുകൻ. ഒപ്പം
ഷാനു റഷീദും നിതിനും എന്ന രണ്ട് ആൺ സുഹൃത്തുക്കൾ. ഇവരൊക്കെ സ്ഥിരം സന്ദർശകരായിരുന്നു. ഈ ഭാസ്കര കാർണവരെ വധിക്കാൻ പ്ലാനിട്ടതും ഈ പറയുന്നതുപോലെ ബാസിദ് അലിയുമായി ചേർന്നാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. പിന്നീട് ബാസിദ് അലി പോലീസിനോട് മൊഴി നൽകിയത് തന്നെ ഷെറിൻ ഇതിൽ പെടുത്തതാണ്, തനിക്കിതിൽ കാര്യമായ പങ്കാളിത്തമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഷെറിനൊപ്പം ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ് ഈ ബാസിദ് അലിയും ഒപ്പം ഷാനു റഷീദും നിധിനുമൊക്കെ. ഇവരും ഷെറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബാസിദ് അലി കൊലപ്പെടുത്തുന്നു. ഷാനു റഷീദും നിധിനും അവിടെ എത്തി ഈ നായ്ക്കൾക്കൊക്കെ മയക്കുമരുന്ന് നൽകി കുരയ്ക്കാതിരിക്കാനുള്ള, അവിടെ വലിയ നായകളുടെ വളർത്തുന്ന നായകളൊക്കെ ഉള്ള ഒരു സ്ഥലം, വീട് കൂടിയായിരുന്നു. നായകൾക്ക് മയക്കുമരുന്ന് നൽകി അതിനെ മയക്കി കിടത്തുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്തു. ഷെറിൻ്റെ ഫോൺ രേഖകൾ പോലീസ് പരിശോധിച്ചതോടെയാണ് ബാസിദ് അലിയിലേക്ക് പോലീസ് എത്തുകയും തുടർന്ന് ഇതിൻ്റെ കൊലപാതകത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ ബാസിദ് അലിയാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഏതായാലും വിശദമായി ചോദ്യം ചെയ്തതിൽ 89 ദിവസത്തിനിടെ കുറ്റപത്രം നൽകി പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ കിട്ടി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് പുറത്തു വരുന്ന വിവരമെന്ന് പറയുന്നത് 14 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ഷെറിൻ ഇപ്പോൾ പുറത്തിറങ്ങുകയാണ്. വനിതാ തടവുകാരി എന്ന പരിഗണനയുണ്ട്, ജയിലിലെ നല്ല നടപ്പ് എന്ന പരിഗണനയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും വെച്ച് മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുകയാണ് ഷെറിനെ പുറത്തു വിടണം. ഗവർണറുടെ കൂടി അസന്റ് വേണം. അത് വലിയൊരു ഈ പറഞ്ഞ പോലെ ഗവർണർ ഒരുപക്ഷേ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ തീരുമാനത്തിനൊപ്പം നിന്നേക്കാം. ഷെറിൻ പുറത്തിറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് ഈ ജയിൽ വാസത്തിലെ, അതായത് ഷെറിന് ഈ ജയിലിൽ കഴിഞ്ഞ 14 വർഷത്തെ കാലയളവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഇവർ ഈ പറഞ്ഞതുപോലെ 22 തവണയായി 6 വർഷത്തിനിടെ 22 തവണയായി ഈ ഷെറിന് 444 ദിവസത്തെ പരോൾ ലഭിച്ചു എന്ന് പറയുമ്പോഴാണ് ജയിലിലും ഷെറിന് പരിഗണന കിട്ടിയിരുന്നു എന്ന കാര്യത്തിൽ ചില വ്യക്തതകൾ വരുന്നത്. ജയിൽവാസ കാലത്തും കൂടാതെ VIP പരിഗണന പലപ്പോഴും ജയിലിനുള്ളിൽ ഉണ്ടായിരുന്നു. സാധാരണ തടവുകാരൊക്കെ ജോലിക്ക് പറ്റും, അവരെ പലവിധ ജോലികൾക്കും ഒക്കെ ഏർപ്പെടുത്താറുണ്ട്. ഷെറിന് അതിൽ നിന്നടക്കം ഇളവ് കിട്ടിയിരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അടിയന്തര പരോൾ അടക്കമാണ് ഈ പറഞ്ഞ 442 ദിവസത്തെ പരോൾ ഷെറിന് കിട്ടിയത്. സംസ്ഥാന സർക്കാർ ഈ ശിക്ഷാ ഇളവ് നൽകാൻ പലപ്പോഴും നൽകിയ ശുപാർശയിലും ഈ കോടതിക്കൊക്കെ ശുപാർശ നൽകും. ആ ശുപാർശയിലും ഷെറിൻ്റെ പേര് പലപ്പോഴും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. അങ്ങനെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ, ജയിലിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൃത്യമായ സഹായം, അവരുമായിട്ടുള്ള വഴിവിട്ട ബന്ധമൊക്കെ പലപ്പോഴും ഷെറിനുമായി ബന്ധപ്പെട്ട് ചർച്ചയായ പശ്ചാത്തലം കൂടിയുണ്ട്. ഇവർ ഈ 2017 ഈ പരോളിലിറങ്ങുന്നതിനൊക്കെ മുൻപ് ഇവർക്ക് ഈ ജയിൽ സൂപ്രണ്ടിനോടും സഹതടവുകാരോടുമൊക്കെ മോശമായി പെരുമാറി എന്ന വാർത്ത കൂടി പുറത്ത് വന്നിരുന്നു. അത് നമുക്ക് ജയിലിലെ ചില ഉദ്യോഗസ്ഥരൊക്കെ ആ വാർത്ത പുറത്ത് വിട്ടിരുന്നു. പക്ഷേ അത് പരിഗണിക്കാതെ ഇവർക്ക് നല്ല നടപ്പ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്നുള്ളതിലാണ് ഷെറിൻ്റെ സ്വാധീനം എത്രത്തോളമുണ്ട് എന്ന കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഷെറിൻ പുറത്തു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഷെറിൻ എന്ന സുന്ദരിയായ യുവതി അവർ നടത്തിയ വലിയ ഒരു കൊലപാതകം, കൃത്യമായ ആസൂത്രണം ചെയ്ത് കാമുകന്മാർക്കൊപ്പം ചേർന്ന് നടത്തിയ കൊലപാതകം. 14 വർഷം അവർ അഴിക്കുള്ളിൽ കഴിയുന്നു. അഴിക്കുള്ളിൽ വലിയ സുഖങ്ങൾ അനുഭവിക്കുന്നു. പുറം ലോകത്തതുപോലെയുള്ള എല്ലാ സുഖങ്ങളും അവർ അനുഭവിക്കുന്നു. നല്ല ഭക്ഷണം കിട്ടുന്നു, നല്ല താമസം കിട്ടുന്നു, കൂടാതെ പരോൾ ആവശ്യത്തിന് കിട്ടുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഷെറിന് അന്ന് 4 വയസ്സുള്ള ഒരു മകളുണ്ടായിരുന്നു ഈ കൊലപാതക സമയത്ത്. ഇപ്പോൾ 14 വർഷമായപ്പോൾ സ്വാഭാവികമായും അവർക്ക് 18 വയസ്സായി കാണും. ഒപ്പം ഷെറിൻ്റെ ഭർത്താവ്, നേരത്തെ പറഞ്ഞതുപോലെ ഭാസ്കര കാർണവരുടെ മകൻ, ഈ ഷെറിൻ്റെ ഭർത്താവും മകളും ഇപ്പോൾ അമേരിക്കയിലാണ് എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ ഷെറിൻ്റെ ഭാസ്കര കാർണവരുടെ ബന്ധുക്കൾ തന്നെ ഈ കൊലപാതക ശേഷം അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം ഷെറിൻ പുറത്തിറങ്ങും. അങ്ങനെ കേരളം ഞെട്ടിത്തെറിച്ച ഒരു കൊലപാതക കേസിലെ പ്രതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കപ്പെട്ടു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ആ ശിക്ഷ പിന്നീട് ഹൈക്കോടതി അടക്കം ശരിവെക്കുകയും ചെയ്തു. തുടർന്ന് അവർ തടവ് ശിക്ഷയാണോ എന്നൊക്കെ നമുക്ക് എന്താണ് അത്തരത്തിൽ പറയാൻ സാധിക്കില്ല. പുറം ലോകത്തിലെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചാണ് ഷെറിൻ 14 വർഷവും ജയിലിൽ കഴിഞ്ഞിരുന്നത്. അതിനുശേഷം പുറത്തിറങ്ങാനുള്ള വഴിയും തെളിഞ്ഞിരിക്കുകയാണ്.